നമ്മളെല്ലാവരും ചക്കക്കുരു തോരൻ ഉണ്ടാക്കുവാണ്. ചക്കക്കുരു മെഴുക്ക് പുരട്ടിയാണ് ഇത് കേട്ടോ. എല്ലാവർക്കും അറിയാം. എന്നാലും മമ്മി ഒന്ന് ഉണ്ടാക്കി കാണിക്കുവാണ്. എല്ലാവരും ഇത് കണ്ടോളുക. ഇനിയിപ്പോൾ ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയും സമയമാണ്. ഇതൊക്കെയാണ് എന്നും കറികളൊക്കെ. അപ്പോൾ ഇത് നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം കേട്ടോ. ഉള്ളി, കുരുമുളക്, വെളുത്തുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, കടുക്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് വരാം, എന്നിട്ട് കാണാം കേട്ടോ. ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് ചതച്ചുകൊണ്ട് വരാം. ഇനി നമുക്കതിന് കടുകിടാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വെച്ചിട്ട് ഗ്യാസിൽ താമസം, അത് കാരണം പാത്രം നേരത്തെ വെക്കും. നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടട്ടെ. അപ്പോൾ കടുക് പൊട്ടി തീരാറായി. ഇനി നമുക്ക് ഉള്ളിയും മുളകും കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണിത്. ഇത് നമ്മളിതിലേക്ക് ഇടുവാണ്. കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയത്. ഈ കറിവേപ്പില ഇടാം. ഇപ്പോൾ എല്ലാം മൂപ്പായി. അത് അല്ല, ആ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും നമ്മുടെ ചുവന്നുള്ളിയും എല്ലാം കൂടെ ആയപ്പോഴത്തേനും നല്ല മണമാണ്. ചക്കക്കുരു മെഴുക്ക് പുരട്ടിയാണ് ഒരു മനുഷ്യർ പറയുകയില്ല. നല്ല ടേസ്റ്റാണ്. ഇത് കൂട്ടി നമുക്ക് ചോറുണ്ണാം, കഞ്ഞി കുടിക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കിയിരുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണം. ഇനി നമുക്ക് ചക്കക്കുരു വേവിച്ച് വിടാം, വേവിക്കാതെ ഇടാം. ഞാൻ വേവിക്കാതെ കേട്ടോ ഇടണേ. അതിൽ കിടന്ന് വേകുമ്പോൾ ഒന്നും കൂടെ ഒരു രുചി ഉണ്ടാവും. ഇത് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കല്ലാട്ടോ ഇട്ടേക്കണം. ഇത് മാത്രം മതി നമുക്ക് ഇച്ചിരി ചോറുണ്ണാനായിട്ട്. നല്ല രുചിയുള്ള സാധനമാണ്. ഗ്യാസൊന്നും ഉണ്ടാവില്ല ഈ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട്. ഇനി നമുക്ക് ഇത്തിരി വെള്ളം അങ്ങോട്ട് കൊടുക്കാം. ആ വെള്ളം അങ്ങ് പറ്റുമ്പോൾ ചക്കക്കുരു മെഴുക്ക് പുരട്ടി റെഡിയായി. ഏത് സാധനം വെച്ചാലും ഇത്രയും വെള്ളം വെക്കണം. അതങ്ങ് വെള്ളം പറ്റിക്കഴിയുമ്പോൾ ആ അടുപ്പത്തിരിക്കുന്ന സാധനം അപ്പം അത് ആ വെന്ത് പാകമാവും. ഇനി അതിനകത്തൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇത് മൂടി വയ്ക്കാം. അപ്പോൾ ചക്കക്കുരു മെഴുക്ക് പുരട്ടി റെഡിയായി. നമുക്ക് നോക്കാം കേട്ടോ. അത് ഒഴിച്ച വെള്ളം എല്ലാം പറ്റി ഇപ്പോൾ നല്ലപോലെ വെന്തു. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മണം കേട്ടാൽ ചോറും കൊണ്ട് ഓടി വരും ആൾക്കാർ. അതുപോലെ നല്ല കറിയാണിത്. എല്ലാവരും ഇതുപോലെ ചെയ്യണം. നല്ലപോലെ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ചേർക്കണം കേട്ടോ. ഗ്യാസ് ഇല്ലാതിരിക്കാനാണ്. ഇതിന് ഉപ്പുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അടിപൊളി, സൂപ്പറാണ്. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.